Hi all, today we are going to learn the novel Roots and Shadows by Shashi Deshpande. We are going to learn the summary and also some important points about this novel. First, let's learn some points about Shashi Deshpande. Born in 1938, she was an Indian novelist who writes in English. Indian novelist who writes in English. Recipient of Sahitya Academy Award. Start her literary career with the publication of first short story which was named The Legacy. The Legacy എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി റൈറ്റ് ചെയ്തുകൊണ്ടാണ് ലിറ്റററി കരിയറിലേക്ക് ശശി ദേശ്പാണ്ഡെ എൻ്റർ ചെയ്തത്. ആൻഡ് ഹർ ഫസ്റ്റ് നോവൽ ഈസ് ഡാർക്ക് ഹോൾസ് നോ ടെറർ. Dark Halls No Terror. The Shashi Deshpande has written 4 children's books, a number of short stories, 13 novels, and an essay collection entitled Writing from the Margin and Other Essays. ആ ഒരു എസ്സേയുടെ കളക്ഷൻ്റെ പേരാണ് റൈറ്റിംഗ് ഫ്രം ദ മാർജിൻ ആൻഡ് അതർ എസ്സേസ്. ഓക്കെ. ദ ലോങ് സൈലൻസ്. ദ ലോങ് സൈലൻസിന് സാഹിത്യ അക്കാഡമി അവാർഡ് കിട്ടി 1990 ആൻഡ് ഓൾസോ ഇറ്റ് വോൺ പത്മശ്രീ അവാർഡ് ഇൻ 2009. സാഹിത്യ അക്കാഡമി അവാർഡ് 1990 ആൻഡ് പത്മശ്രീ അവാർഡ് ഇൻ 2009. ഇൻ 2015 she resigned from her position in the സാഹിത്യ അക്കാഡമി ജനറൽ കൗൺസിൽ ആൻഡ് റിട്ടേൺ ഹെർ അവാർഡ്. സാഹിത്യ അക്കാഡമി അവാർഡ് റിട്ടേൺ ചെയ്തു ഇൻ ദ ഇയർ 2015. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. 2015 ദ ലോങ് സൈലൻസിന് കിട്ടിയ സാഹിത്യ അക്കാദമി അവാർഡ് റിട്ടേൺ ചെയ്തു. സം ഇഷ്യൂസ്, ചില ഇഷ്യൂസ് കാരണമാണ്. ആ ഇഷ്യൂസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഹെർ നോവൽ ഷാഡോ പ്ലേ. ഷാഡോ പ്ലേ വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഹിന്ദു ലിറ്റററി പ്രൈസ് ഇൻ 2014. ഷാഡോ പ്ലേക്ക് ദ ഹിന്ദു ലിറ്റററി പ്രൈസ് കിട്ടി. ആൻഡ് ഹെർ നോവൽ ആർ ബോർഡ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ഓഫ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ വുമൺ. എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ വുമൻ്റെ ആ ഒരു അതിനെ ബേസ് ചെയ്താണ് ഇവരുടെ നോവലെല്ലാം തീം വരുന്നത്. ഓക്കെ. അവർ ഫേസ് ചെയ്യുന്ന ഇന്ത്യൻ പെട്രാക്കി, ഓപ്പറേഷൻ ഇൻ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ശശി ദേശ്പാണ്ഡെയുടെ നോവലിലെ മേജർ തീംസ്. ആൻഡ് കമ്മിങ് ടു റൂട്ട്സ് ആൻഡ് ഷാഡോസ്, അതാണ് നമ്മുടെ നോവൽ റൂട്ട്സ് ആൻഡ് ഷാഡോസ്. റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്നത് ശശി ദേശ്പാണ്ഡെയുടെ സെക്കൻഡ് പബ്ലിഷ്ഡ് നോവലാണ്. ഷീ സ്റ്റാർട്ട് റൈറ്റിംഗ് നോവൽ ബിഫോർ ദ ഫസ്റ്റ് നോവൽ. ഫസ്റ്റ് നോവലിന് മുൻപേ തന്നെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എഴുതാൻ തുടങ്ങി. ബട്ട് സെക്കൻഡ് നോവലായിട്ടാണ് റൂട്ട് ആൻഡ് ഷാഡോ പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് നോവൽ ഈസ് ഡാർക്ക് ഹോൾസ് നോട്ട് ടെറർ. അതിനുശേഷമാണ് റൂട്ട്സ് ആൻഡ് ഷാഡോ പബ്ലിഷ് ചെയ്തത്. ആൻഡ് റൂട്ട് ആൻഡ് ഷാഡോ ഈസ് ആൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ നോവൽ. ഈ ഒരു റൂട്ട് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയ ഇന്ത്യൻ നോവലാണ്. ഓക്കെ. അത് പബ്ലിഷ് ചെയ്ത ഇയർ ആണ് 1983. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1983 റൂട്ട്സ് ആൻഡ് ഷാഡോ പബ്ലിഷ് ചെയ്തത്. ദ സ്റ്റോറി ഈസ് ഓൾ അബൌട്ട് ഇന്ദു ആണ് ഈ ഒരു റൂട്ട്സ് ആൻഡ് ഷാഡോസിലെ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ നോവൽ, ഹു ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ലേഡി റെപ്രസെൻറ്റിംഗ് മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് ലേഡിയാണ് ഇന്ദു ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. ആൻഡ് ദ നോവൽ ഡീൽസ് വിത്ത് ദ തീം ഓഫ് ഫീമെയിൽ സബ്ജുഗേഷൻ ലൈഫ് ഓഫ് ഇന്ദുവിൻ്റെ ലൈഫിനെ ബേസ് ചെയ്താണ് ഈ ഒരു നോവൽ പോകുന്നത്. ദ നോവൽ ഡെപ്പിക്ട്സ് ഹൗ ഇന്ദു സെറ്റ്സ് ഔട്ട് ഹെർ ഓൺ ജേർണി ഓഫ് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ഇവൻച്വലി സെറ്റ്സ് ഹെർ ഇൻക്യുബേഷൻ. Roots and Shadow focuses on Indu's interaction with others in her large family personal crisis. Actually, ഈ ഒരു നോവല് ഇന്ത്യൻ ബ്രാഹ്മിൻ ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ഒരു നോവലാണ്. ഇന്ദുവാണ് പ്രൊട്ടാഗണിസ്റ്റ്. ഇന്ദു എഡ്യൂക്കേറ്റഡ് വുമൺ ആയിരുന്നു. ആൻഡ് ഷീ വാസ് എ ജേർണലിസ്റ്റ് റൈറ്റർ. ഇന്ദുവിൻ്റെ ഒരു ലൈഫ് ജേർണിയാണ് ഇന്ദു സ്ട്രഗിൾ ചെയ്യുന്നത്. Indune, okay, I will come to that point. And narrator of this novel is
ഇന്ദു ഹെർസെൽഫ്. ഇന്ദു ആണ് ഈ ഒരു നോവലിൻ്റെ നറേറ്റർ. നറേഷൻ ടെക്നിക്സ് ഓഫ് ദ നോവൽ ഈസ് ഫ്ലാഷ് ബാക്ക് നറേഷൻ, ദാറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് നറേഷൻ ആണ് ഈ ഒരു നോവലിലത്. ഷി മൂവ്സ് ബാക്ക് ആൻഡ് ടോക്സ് അബൌട്ട് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് സിറ്റുവേഷൻ. പാസ്റ്റ് ലൈഫും പറയുന്നുണ്ട് ഈ ഒരു നോവലിൽ, പ്രസൻറ്റ് സിറ്റുവേഷനും പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ ബ്രാഹ്മിൻ ഫാമിലി, ജോയിൻറ്റ് ഫാമിലിയുടെ കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. അക്ക ഇസ് ദ മാട്രിയാക്ക്. ഇന്ദു ഗ്രോ അപ്പ് ആസ് എ റെബലിയസ്. ഇന്ദുവിനെ ടേക്ക് കെയർ ചെയ്തിരുന്നത് അക്കയായിരുന്നു. ഇന്ദുവിൻ്റെ മദർ മരിച്ചു. അങ്ങനെ അവസാനം ഇന്ദുവിനെ ടേക്ക് കെയർ ചെയ്തത് അക്ക ആയിരുന്നു. ഓക്കെ, ഇതിനകത്തൊരു സ്ട്രോങ് ലേഡിയാണ് അക്ക. അറ്റ് ദ ഏജ് ഓഫ് 18 ഇന്ദു മാരീസ് ജയന്ത്. 18 ഇയേഴ്സ് ആയപ്പോൾ ഇന്ദു ലവ് മാരേജ് ആയിരുന്നു. അതും ജയന്ത് എന്ന ഒരു വ്യക്തിയുമായിട്ടായിരുന്നു ഇന്ദുവിൻ്റെ ലവ് മാരേജ്. അക്ക ഭയങ്കര സ്ട്രിക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ഇപ്പം ഇന്ദുവിനെ ഒന്നിനും അനുവദിക്കില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. അതിൽ നിന്നൊക്കെ പുറത്തു വന്നാണ് ഇന്ദു 18 ഇയേഴ്സിൽ ജയന്തിനെ, ഭയങ്കര റെബല്യസ് ക്യാരക്ടറായിരുന്നു ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ 18 ഇയേഴ്സ് ആയപ്പോൾ എല്ലാവരെയും എതിർത്തുകൊണ്ട് ഇന്ദു ജയന്തിനെ മാരി ചെയ്യുന്നു. റൈറ്റർ ഇൻ എ മാഗസിൻ. ഇന്ദു മാഗസിൻ റൈറ്ററായിരുന്നു. ഓൾ പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത് ടു ഇന്ദു. അക്കയുടെ മരണത്തിന് ശേഷം അക്കയുടെ പ്രോപ്പർട്ടി എല്ലാം ഇന്ദുവിന് കൈമാറി. കമ്മിറ്റ്സ് അഡൾട്ടറി വിത്ത് നരേൻ. ജയന്തിനെ മാരേജ് ചെയ്തു. അവരുടെ മാരേജ് ലൈഫിൽ കുറേ ഇഷ്യൂസ് വന്നു. അന്നേരം അതിനിടയ്ക്ക് നരേൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ദുവിൻ്റെ ഒരു കസിനാണ്. നരേനുമായിട്ട് ഒരു അഡൾട്ടറി, ഒരു എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പ് ഇന്ദുവിന് ഉണ്ടായി. ഫണ്ട് മിനീസ് മാരേജ്. അക്കയുടെ മരണശേഷം അക്ക ഇന്ദുവിന് തൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൈമാറി. അക്ക ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പദ്മിനി. മിനിയുടെ മാരേജ് നടത്തി കൊടുക്കാവുന്ന. അങ്ങനെ ഇന്ദു അക്ക കൈമാറിയ പ്രോപ്പർട്ടി സോൾഡ് ചെയ്തിട്ട് ഇന്ദുവിൻ്റെ മാരേജ് നടത്തി കൊടുക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് റിട്ടേൺ ടു ജയന്ത്. ജയന്ത് അഡൾട്ടറി നരേനുമായിട്ട് ഉള്ള എക്സ്ട്രാ മാരേജ് അഫെയറിന് ശേഷം നരേൻ കമ്മിറ്റ് സൂയിസൈഡ്. ഈ ഒരു നോവലിൽ നരേൻ കമ്മിറ്റ് സൂയിസൈഡ്, ഡ്രൗണിങ്, മുങ്ങിമരണമായിരുന്നു. അതിനുശേഷം ജയന്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ. ഇന്ദു ജയന്തിൻ്റെ അടുത്ത് തിരിച്ചു പോയി തൻ്റെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചും പറയുന്നുണ്ട്. ആദ്യം ജയന്തിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. ദെൻ അവർ അവരുടെ മാരേജ് ലൈഫ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാരക്ടേഴ്സ്. First one, Indu. Indu is the protagonist of the novel, and the story is all about Indu, who is an educated lady representing middle class educated lady. Indu is a journalist, writer, and narrator of the novel. ഈ നോവലിൻ്റെ നറേറ്ററും ഇന്ദു ആണ്. ആൻഡ് ഇന്ദു is the wife of ജയന്തിൻ്റെ വൈഫാണ് ഇന്ദു, whom she married according to her own will. സ്വന്തം ഇഷ്ടത്തിന് മാരേജ് ചെയ്തതാണ് ഇന്ദു ജയന്തിനെ. ആൻഡ് ഇന്ദുവിനെ വളർത്തിക്കൊണ്ട് വന്നത് അക്ക, ഫീമെയിൽ സ്ട്രോങ് പില്ലർ ഓഫ് ദ ഫാമിലി. അക്ക എന്ന് പറയുന്ന ലേഡിയാണ് ഇന്ദുവിനെ വളർത്തിയത്. അക്ക ഭയങ്കര ഈ പരമ്പരാഗത രീതികൾ ഫോളോ ചെയ്ത ഒരാളായിരുന്നു. സോ ഒരുപാട് ലിമിറ്റേഷനും റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നു ഇന്ദുവിന്. ആ ഒരു ഒപ്രസീവ് മൈൻഡിൽ നിന്നുമാണ് ഇന്ദു ഇങ്ങനെ വളർന്നു വന്നത്. സോ അതിൽ നിന്നൊക്കെ പുറത്ത് വരണമെന്നാണ് ഇന്ദുവിൻ്റെ ആഗ്രഹം. സോ എല്ലാ ഈ റൂൾസ് റെഗുലേഷനും ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഇന്ദു. ആൻഡ് ഷീ മാരിഡ് ജയന്ത് ബ്രേക്കിംഗ് ഓൾ ദ റൂൾസ്. ഈ ജയന്തിനെ മാരേജ് ചെയ്ത് ഈ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഓവർകം ചെയ്തിട്ടാണ്. ആൻഡ് അക്കയ്ക്ക് ഈ അക്ക എന്ന് പറയുന്ന ആ ഫീമെയിൽ സ്ട്രോങ് പില്ലർ ഓഫ് ദ ഫാമിലിക്ക് ഈ ഒരു മാരേജിനോട് വലിയ എതിർപ്പായിരുന്നു. ബിക്കോസ് ജയന്ത് ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരുന്നു, ഇന്ദു ഒരു ബ്രാഹ്മൺ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നും വന്നതാണ്. ഓക്കെ, അതാണ് ഇന്ദു എന്ന ക്യാരക്ടറും അക്ക എന്ന ക്യാരക്ടറും.
ഇന്ദു കരുതിയത് ജയന്തിനെ മാരേജ് ചെയ്യുന്നത് കൂടി ഒരു ഫ്രീ ലൈഫ് ഉണ്ടാകും, തനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു ഇന്ദു കരുതിയത്. പക്ഷേ മാരേജിന് ശേഷം ഒരു ട്രഡീഷണൽ വൈഫായി മാറിയോ എന്നൊരു സംശയമായിരുന്നു ഇന്ദുവിന്. She is not satisfied with the married life. After marriage, she continued with the journalism. ജേർണലിസം ആണെങ്കിൽ കൂടി ഷീ നെവർ വാണ്ട് ടു ഡൂ ദാറ്റ് വർക്ക് ഓൾസോ. ആ ജേർണലിസവും താല്പര്യമില്ലായിരുന്നു. ഷീ റോഡ് ഫോർ മാഗസിൻ ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ എഴുതിയിരുന്നു. ഹെർ ആക്ച്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോവൽ റൈറ്റിംഗ് ഓർ സംതിങ് ക്രിയേറ്റീവ്, അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു ഇന്ദുവിന് ഇഷ്ടപ്പെട്ട മേഖല. ഇന്ദു ഫീൽസ് ദാറ്റ് ആഫ്റ്റർ മാരിങ് ജയന്ത് ഹെർ ഐഡൻറ്റിറ്റി ബീങ് ലോസ്റ്റ്, തൻ്റെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ടെന്ന് ഇന്ദുവിന് ഒരു തോന്നലുണ്ടായി. ഈ ഒരു നോവലിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സെക്ഷുവൽ ലൈഫ്. വെൻ ഇന്ദു ടോക്ക് അബൌട്ട് ഹെർ ഫീമെയിൽ ക്രേവിങ് ഓഫ് സെക്ഷുവൽ ലൈഫ്, ജയന്ത് വാസ് റിയലി ഷോക്ക്ഡ്. ജയന്ത് വളരെ ഷോക്ക്ഡായി ഇന്ദു തൻ്റെ സെക്ഷുവൽ നീഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ഇത് ഇവിടെ ജയന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പാട്രിയാർക്കിയൽ മാനിനെയാണ്. ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു വുമൺ സെക്ഷുവൽ നീഡ്സിനെ കുറിച്ച് ടോക്ക് ചെയ്യുന്നത് ടാബു ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പ്ലേയിൽ നോവലിൽ, ഈ ഒരു നോവലിൽ ഇന്ദു പറയുന്നുണ്ട് താൻ ആക്ട് ചെയ്യണം, ഈവൻ ഇൻ ദ ബെഡ്റൂമിൽ പോലും താൻ ആക്ട് ചെയ്യണമെന്നാണ് ഇന്ദു പറയുന്നത്. ഈ ഒരു ഇതിനിടയിൽ ഇവരുടെ മാരേജ് ലൈഫിൽ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. അങ്ങനെ നരയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് ഡിസ്റ്റൻറ്റ് കസിൻ ഓഫ് ഇന്ദുവിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ്. ഹോം ഇന്ദു ഫോൾസ് ഇൻ ആൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് ഇന്ദു പോവുകയുണ്ടായി. ഇന്ദുവിൻ്റെ ലൈഫ് പ്രോബ്ലംസ് ഒക്കെ കേട്ടിട്ട് നരയൻ ചോദിക്കുന്നുണ്ട്, വൈ ഡിഡ് ദ മാൻ മാരീഡ് യു? ഹി ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് യുവർ നീഡ്. നിങ്ങളുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം മാരേജ് ചെയ്തത്? ആൻഡ് ഇന്ദു ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഡസൻ ലൈക്ക് ദാറ്റ്, അങ്ങനെയല്ല, ഇറ്റ്സ് മോർ ലൈക്ക് വി ആർ ഓൺ ഡിഫറെൻറ്റ് ലെവൽ, ഞങ്ങൾ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഹി കെയർസ് ഫോർ മീ, അദ്ദേഹം എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ബട്ട് വി ആർ ഓൺ ഡിഫറെൻറ്റ് ലെവൽ. ഷീ കമ്പേഴ്സ് ഇറ്റ് ടു ഒരു ഡിഫറെൻറ്റ് സ്റ്റേജിലാണ്, ഞങ്ങൾ രണ്ട് ലെവലിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹി സ്റ്റാൻഡ്സ് ഓൺ ആൻ അപ്പർ ലെവൽ, അദ്ദേഹം വളരെ ഉയർന്ന ചിന്താഗതിയിൽ നിൽക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ലെവൽ, ഞാൻ ആ ഒരു ലെവലിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഒന്നും സിങ്ക് ആകുന്നില്ല എന്നാണ് ഇന്ദു പറയുന്നത്. ആൻഡ് കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഇന്ദു ഫീൽസ് ദാറ്റ് ഹി ഹാസ് ടു ലീവ് ജയന്ത്. ഇങ്ങനെ അവരുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ജയന്തുമായിട്ട് മാറി താമസിക്കണമെന്ന് ഇന്ദുവിന് തോന്നലുണ്ടായി. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് ഇന്ദു ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ദു എഴുതിയ ആ ഒരു സ്റ്റോറിയുടെ തീമെന്ന് പറയുന്നത്, ഇൻ ദ സ്റ്റോറി ദ വുമൺ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ ഹസ്ബൻഡ് വെൻ ദ കോമൺ ഫ്രണ്ട് ആസ്ക്ഡ് അബൌട്ട് ഇറ്റ്. She says that I love him too much, that's why I left him. But she is unable to bring the conclusion. ഇത് ഇന്ദുവിൻ്റെ സ്വന്തം ജീവിതത്തിലെ പോലെ തന്നെയാണ് ഒരു ആപ്റ്റായ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ ഇന്ദുവിന് സാധിക്കുന്നില്ല. മാരേജ് കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു നോവലാണ് റൂട്ട്സ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത്. Society believes that marriage is something that brings two people together. According to Hindu marriage, it's not a body, rather than it's a unification of two souls. രണ്ട് സോൾ തമ്മിലുള്ള യൂണിഫിക്കേഷനാണ് മാരേജ് എന്ന് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ഇന്ദുവിൻ്റെ മാരിറ്റൽ ലൈഫിൽ പ്രോൺസ് ആൻഡ് കോൺസിനെ പറ്റിയും പറയുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. സോ മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ദിസ് നോവൽ. ഈ ഒരു നോവലിലെ ഇമ്പോർട്ടൻറ്റ് തീമാണ് മാരേജ് എന്നത്. ഇന്ദു ജയന്തിനോട് തൻ്റെ സെക്ഷൽ നീഡ്സ് ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ ഷീ ഡസൻ ഗെറ്റ് എ പ്രോപ്പർ ആൻസർ ഫ്രം ജയന്ത്. ജയന്തിൽ നിന്ന് പ്രോപ്പർ ആൻസർ കിട്ടുന്നില്ല. മാത്രമല്ല ജയന്ത്
വളരെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്തത്. ഷീ സ്റ്റാർട്ടഡ് ആക്ടിങ് ആൻഡ് പ്രിറ്റൻഡിങ് ആൻഡ് ഈ ഒരു ഫീലിങ്സ് ഒക്കെ ഇന്ദു തുറന്ന് കാണിക്കുന്നത് അവളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറായ നരേനിലൂടെയാണ്. നരേനോട് അവൾ ഒരു ആക്ടിങ്ങും ചെയ്തിട്ടില്ല. അതേസമയം തൻ്റെ ഹസ്ബൻഡിനോട് ആക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഷി വാസ് വെരി ഓണസ്റ്റ് വിത്ത് നരേൻ ആൻഡ് ഒറിജിനൽ ഇന്ദു ഫൈൻഡ് റിലേഷൻഷിപ്പ് വിത്ത് നരേൻ. എല്ലാ രീതിയിലും കെയറും സപ്പോർട്ടും നൽകുന്ന ഒരു ആളായിരുന്നു നരേൻ. സോ ആ ഒരു റിലേഷൻഷിപ്പിൽ അവൾ ട്രൂ ആൻഡ് ഒറിജിനൽ ആയിരുന്നു നരേൻ. ബട്ട് നരേൻ എൻഡ്സ് അപ്പ് ഇൻ സൂയിസൈഡ്, ഡ്രൗണിങ് ആൻഡ് ദിസ് മേഡ് ഹർ ഡിപ്രസ്ഡ് ആയിപ്പോയി. ഇന്ദു വളരെ ഡിപ്രസ്ഡായി നരേൻ്റെ ഒരു സൂയിസൈഡിലൂടെ. ആൻഡ് സൂയിസൈഡ് റീസൺ എന്തുവാണെന്നൊന്നും പറയുന്നില്ല. നരേൻ ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളല്ലായിരുന്നു. ഹി ലീഡ്സ് എ കെയർ ഫ്രീ ലൈഫ്. നരേൻ വളരെ കെയർ ഫ്രീ ലൈഫ് ലീഡ് ചെയ്ത ഒരാളായിരുന്നു. ആൻഡ് നരേൻ ഒരു ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളായിരുന്നു. നരേൻ്റെ കൂടെ ഇലിസിറ്റ് അഫെയറിൽ ഇന്ദുവിന് വളരെ കുറ്റബോധം തോന്നി. ആൻഡ് ഇന്ദു ബിലീവ് ദാറ്റ് വാട്ട് ഹി ഹാഡ് വിത്ത് നരേൻ ഈസ് ലൈക്ക് ചീറ്റിംഗ് ഹർ ഹസ്ബൻഡ്. തൻ്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുവാന്ന് ഇന്ദുവിന് തോന്നൽ വന്നു. ആൻഡ് ശശി ദേശ്പാണ്ഡെ ഈ ഒരു വുമൻ്റെ ഒരു സബ്ജുഗേഷൻ വളരെയധികം ജനറലൈസ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് ഇതിൽ. അത് മിനി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഇന്ദുവിൻ്റെ കസിനാണ് മിനി. വിക്ടിം ഓഫ് ട്രഡീഷൻ്റെ ഒരു വിക്ടിമായിരുന്നു മിനി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. മിനിക്ക് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നോവലിൽ കാണിക്കുന്നത്. ഫാമിലിയുടെ മറ്റ് മെമ്പേഴ്സാണ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഇന്ദു കം ടു നോ ദാറ്റ് വുമണ് ഒരു റോളുമില്ല. അവരുടെ ഒരു സൊസൈറ്റിയുടെ വിക്ടിമാണ് വുമൺ എന്ന് ഇന്ദുവിന് റിയലൈസ് ആകുന്നുണ്ട്. ആൻഡ് ദേ കാൻ മാരി അക്കോർഡിംഗ് ടു ദെയർ റൂൾ. അവർക്ക് വുമണ് സ്വന്തം ഇഷ്ടത്തിന് മാരി ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ബന്ധുക്കളാണ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. മിനി ഹാഡ് നോ ചോയ്സ് ടു ചൂസ് എ ഗ്രൂം. മിനിക്ക് ഒരു ചോയ്സ് ഇല്ലായിരുന്നു ഗ്രൂമിനെ കണ്ടുപിടിക്കാൻ. ഈ മിനിയുടെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ശശി ദേശ്പാണ്ഡെ പറയാൻ ശ്രമിക്കുന്നത് ലാക്ക് ഓഫ് ചോയ്സ് ഓർ ട്രഡീഷൻ ഒരു ഗേളിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു. ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ചോയ്സ് എങ്ങനെ ഒരു ഗേളിനെ ട്രാപ്പ് ചെയ്യുന്നു എന്ന് മിനിയുടെ എക്സ്പീരിയൻസിലൂടെ ശശി ദേശ്പാണ്ഡെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ദുവും ജയന്തും തമ്മിലുള്ള മാരിറ്റൽ ഡിസ്കാമി പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഇന്ദുവിനൊരു ലെറ്റർ കിട്ടുന്നു. തൻ്റെ ആൻസിസ്റ്റർ ഹോമിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നു. അക്ക ബെഡിലാണ്. ആൻഡ് അക്കയ്ക്ക് ഇന്ദുവിനെ കാണണമെന്നും പറഞ്ഞുള്ള ലെറ്ററായിരുന്നു അത്. ഇന്ദുവിനാകെ കൺഫ്യൂസ്ഡായി പോകണോ വേണ്ടായോ. ബിക്കോസ് ഒരു 18-ാം വയസ്സിൽ ജയന്തിനെ ലവ് മാരേജ് ചെയ്ത് വീട് വിട്ടിറങ്ങി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ദുവിനാകെ കൺഫ്യൂസായി. ലേറ്റർ ഷീ ഡിസൈഡ് ടു ഗോ ടു ആൻഡ് സോൾവ് പ്രോബ്ലം വിത്ത് അക്കയായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജയന്ത് ഇന്ദുവും തമ്മിലുള്ള പ്രോബ്ലം എന്താണെന്ന് ഇന്ദുവിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആൻഡ് ഷീ വാസ് സോ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. അങ്ങനെ ആ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ ഇന്ദു തീരുമാനിക്കുന്നു അവിടെ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന്. ആ ഒരു തീരുമാനം ഇന്ദുവിന് തോന്നുവാണ്. ആൻഡ് ഷീ ഡിസൈഡഡ് ടു ഗോ ടു ഹർ ആൻസിസ്ട്രൽ ഹോം. അങ്ങനെ അക്കയെ കാണാൻ വേണ്ടി ആൻസിസ്ട്രൽ ഹോമിലേക്ക് പോകുന്നു. ആ മൊമെൻറ്റിലാണ് ഇന്ദുവിനൊരു സെൽഫ് റിയലൈസേഷൻ വരുന്നത്. ഷീ കീപ്സ് തിങ്കിങ് ഹൂ ആം ഐ, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ പ്രോബ്ലം, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾക്കിടയിൽ എനിക്കും ജയന്തിനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ്. ജേർണി ടു ആൻസിസ്ട്രൽ ഹോം ഇസ് ദ ടേണിംഗ് പോയിൻറ്റ് ടു ഹർ ലൈഫ്. സോ ബാക്ക് ടു ആൻസിസ്ട്രൽ ഹോം. ഇന്ദു വാസ് സർപ്രൈസ് ടു സീ അക്കയെ കണ്ട് ഇന്ദു ആകെ സർപ്രൈസ്ഡ് ആവുകയാണ്. അക്കയ്ക്ക് ഇന്ദുവിനോടൊരു ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ജയന്തിനെ കാണണമെന്നുള്ള ആഗ്രഹവും അക്ക പറയുന്നുണ്ട്. ആൻഡ് ഇന്ദു പറയുന്നു ജയന്ത് തൻ്റെ വർക്കിൽ ബിസിയാണ്. പെട്ടെന്ന് തന്നെ അക്ക മരിക്കുന്നു. ആൻഡ്
അക്ക ഗീവ്സ് ഹർ റെസ്പോൺസിബിലിറ്റി ആൻഡ് മണി ടു ഇന്ദു. തൻ്റെ റെസ്പോൺസിബിലിറ്റി, തൻ്റെ മണി, ഹോം എല്ലാം ഇന്ദുവിന് നൽകുന്നു. ആൻഡ് ഇന്ദു വാസ് കൺഫ്യൂസ്ഡ്. എന്തിനാണ് തൻ്റെ പേരിൽ ഇത്രയും സ്വത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് ഇന്ദു ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. ആൻഡ് ഷീ വാസ് റിയലി കൺഫ്യൂസ്ഡ് ആൻഡ് വാസ് നോട്ട് ഏബിൾ ടു സോർട്ട് ഔട്ട്. അക്കയുടെ മരണശേഷം കുറച്ച് ദിവസം കൂടെ ഇന്ദു തൻ്റെ ആൻസസ്ട്രൽ ഹോമിൽ താമസിക്കുന്നു. ആൻഡ് ഷീ തിങ്സ് അബൌട്ട് ഹർ പാസ്റ്റ് ലൈഫ്. തൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആലോചിക്കുന്നു. ആൻഡ് ദാറ്റ് ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ഗോവിന്ദിൻ്റെ മകളാണ് ഇന്ദു, ഹു മാരീഡ് ഇന്ദുസ് മദർ. ഔട്ട്കാസ്റ്റാണ് ഇന്ദുവിൻ്റെ മദർ, ഔട്ടർ കാസ്റ്റാണ്. ആൻഡ് ഇന്ദുവിൻ്റെ ഫാദർ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ആ ഒരു ഇന്ദുവിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ വെഡ്ഡിങ്ങിനും അക്ക എതിർത്തിരുന്നു. ഹി ഗോട്ട് മാരീഡ് ടു ദ ലേഡി. ആൻഡ് ഇന്ദുവിൻ്റെ മദർ ഇന്ദുവിന് ഒരു 15 ഡേയ്സ് പ്രായമുള്ളപ്പോൾ മരിക്കുന്നു. ഇന്ദു വാസ് ബോട്ട് ടു ആൻസസ്ട്രൽ ഹോം ആസ് എ മദർലെസ് ഡോട്ടർ. അമ്മയില്ലാത്തൊരു കുട്ടിയായിട്ടാണ് ഇന്ദു തൻ്റെ ആൻസസ്ട്രൽ ഹോമിൽ എത്തുന്നത്. ആൻഡ് ഇറ്റ് വാസ് അക്ക ആൻഡ് ആനന്ദ് കാക്ക. അക്കയും ആനന്ദ് കാക്കയുമാണ് ഇന്ദുവിനെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. Then novel gives a clear-cut picture of Anand Kaka and Akka. Akka is much more important character in this novel. Akka was a traditional and dominating figure in the family. ഈ ഒരു ഫാമിലിയിലെ ഡോമിനേറ്റിംഗ് ഫിഗർ ആയിരുന്നു അക്ക. ആൻഡ് ഷീ ഗോട്ട് മാരീഡ് അറ്റ് ദ ടെൻഡർ ഏജ് ഓഫ് 12 വയസ്സുള്ളപ്പോൾ മാരീഡ് ആയതാണ് അക്ക. ഷീ ലീഡ് എ ട്രാജിക് ലൈഫ്. ഒരു ട്രാജിക് ലൈഫായിരുന്നു അക്കയുടേത്. സിൻസ് ദ ഡേ അക്ക വാസ് ബാക്ക് ടു ആൻസസ്ട്രൽ ഹോം ആസ് എ റിച്ച് ചൈൽഡ്ലെസ് വിഡോ ടു ഹർ ബ്രദേഴ്സ് ഹൗസ്. ഒരു ഒരു കുട്ടിയില്ലാത്ത വിഡോ ആയിട്ടാണ് തൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വരുന്നത്, ആൻസസ്ട്രൽ ഹോമിൽ എത്തിച്ചേരുന്നത് അക്ക. ഷീ ഹാസ് മെയിൻറ്റെയിൻഡ് കൺട്രോൾ ഹെർ ബ്രദേഴ്സ് ചിൽഡ്രൻ ഓൾസോ. അക്കയായിരുന്നു ബ്രദറിൻ്റെ ചിൽഡ്രനെയും ഇന്ദുവിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇന്ദു വാസ് ഓൾസോ ദ വിക്ടിം ഓഫ് ദാറ്റ് കൺട്രോൾ. ആ ഒരു കൺട്രോളിലെ വിക്ടിമായിരുന്നു ഇന്ദു. ആൻഡ് ഇന്ദു പറയാറുണ്ട് അക്കയ്ക്ക് ആകെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, ഡോമിനേറ്റിങ് എവരി വൺ, എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്യുക. അതായിരുന്നു അക്കയ്ക്ക് ആകെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. അക്ക വാസ് ട്രഡീഷണൽ ലേഡി ആൻഡ് റെസ്ട്രിക്റ്റഡ് ഇന്ദു ടോക്കിംഗ് ടു ബോയ്സ് അറ്റ് സ്കൂളിൽ പോലും ആമ്പിള്ളാരോട് പോലും സംസാരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അക്ക ഹറാസ്ഡ് ഇന്ദു. അക്ക ഇന്ദുവിനെ ഹറാസ് ചെയ്യാറുണ്ടായിരുന്നു. ഇന്ദുവിൻ്റെ മദർ വശീകരിച്ചാണ് ഗോവിന്ദനെ കല്യാണം കഴിച്ചതെന്നും പറഞ്ഞ് ശരിക്കും ഹറാസ് ചെയ്യാറുണ്ടായിരുന്നു അക്ക ഇന്ദുവിനെ. ഈ ഒരു കോൺവെർസേഷനൊക്കെ അക്കയോട് ഇന്ദുവിന് ദേഷ്യം വരാനുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് ഇവിടെ ശശി ദേശ്പാണ്ഡെ കാണിക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് നടന്നാൽ അതിനൊരു പ്രോബ്ലം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ എല്ലാ ബ്ലെയിമും ചെന്നെത്തുന്നത് ഫീമെയിലായിരിക്കും. ആൻഡ് ഇന്ദു വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ പ്ലേസ്. ഇങ്ങനെ ഈ അക്കയുടെ ഹറാസ്മെൻറ്റ്, തൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് അക്ക ഹറാസ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ ആയപ്പോൾ ഇന്ദുവിനാകെ ബുദ്ധിമുട്ടായി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇന്ദുവിന്. ആൻഡ് 18 ഇയേഴ്സ് ആയപ്പോഴേക്കും ജയന്തിനെ കണ്ടുപിടിച്ചു. ഇന്ദു ആ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. അക്കയുടെ മാരിറ്റൽ അഫെയറും പറയുന്നുണ്ട് ഈ ഒരു നോവലിൽ. ഹെർ ലൈഫ് വാസ് ഫുൾ ഓഫ് ഹാർഡ്ഷിപ്പ്. ഷി മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 12. The man was 30 years elder to her. അക്കയെക്കാട്ടും 30 years elder ആയിരുന്നു കല്യാണം കഴിച്ച ആൾ. ദിസ് മാൻ അബ്യൂസ്ഡ് ഹർ. ശരിക്കും അക്കേനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 times അക്ക വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. അവളെ അങ്ങനെ അക്കേനെ ബലമായി പിടിച്ച് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാതെ പട്ടിണിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അക്കയ്ക്ക് ഹസ്ബൻഡിനെ പേടിയായിരുന്നു. അക്കയ്ക്കൊരു കുട്ടി ഉണ്ടാകില്ലെന്ന് മനസ്സിലായപ്പോൾ മദർ ഇൻ ലോയും അക്കനെ ബ്ലെയിം ചെയ്തു. ലേറ്റർ ഹസ്ബൻഡ് ഹാഡ് എ സ്ട്രോക്ക്. അക്കയുടെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. അങ്ങനെ അനങ്ങാൻ വയ്യാതെ കിടപ്പായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിനെ നോക്കിയതും ഈ അക്ക തന്നെയായിരുന്നു.
2 years കഴിഞ്ഞ് ഹസ്ബൻഡ് മരിച്ചു. അതിനുശേഷം അക്ക തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആൻഡ് ഇറ്റ്സ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അക്കേനെ ഒരു സ്ട്രോങ് ലേഡിയാക്കി മാറ്റി. അങ്ങനെ ഇന്ദു വിചാരിച്ചു ഇങ്ങനെ സ്ട്രോങ് ഉള്ളവർ വീക്കായവരെ നയിക്കണം, അതാകാം അക്കയുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ എന്നെ ഏൽപ്പിച്ചതെന്ന് ഇന്ദു കരുതി. ഇതിൽ ഒരു മാരേജിൻ്റെ കുറേ ആസ്പെക്റ്റ് പറയുന്നുണ്ട് ഈ ഒരു നോവലിൽ. ഇതിലൊരു മാരേജിൻ്റെ കുറേ ആസ്പെക്റ്റ് പറയുന്നുണ്ട്. ആൻഡ് ദിസ് നോവൽ ഈസ് അബൌട്ട് മാരേജ് ടു ലൈഫിനെ കുറിച്ചുള്ള നോവലാണിത്. കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് ഇന്ദു തൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവളെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. അവൾ റിയലൈസ് ചെയ്യുന്നു ഷീ ഹാഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെർ സെൽഫ്. സ്വന്തമായിട്ടൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നു ഇന്ദുവിന്. ഷീ ഈസ് നോട്ട് കൺഫ്യൂസ്ഡ് എനിമോർ. ഷീ ഹാഡ് എ ക്ലാരിറ്റി ആൻഡ് ഡിസൈഡ് ടു സെൽ ദ ഹോം. ആ ആൻസിസ്ട്രൽ ഹോം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ദു തീരുമാനിക്കുന്നു. ആൻഡ് പെയ്ഡ് ഫോർ മിനിയുടെ വെഡ്ഡിങ്ങിന് ആ എമൗണ്ട് പേ ചെയ്യുന്നു. അക്ക പറഞ്ഞിരുന്നു മിനിയുടെ വെഡ്ഡിങ് നടത്തി കൊടുക്കാമെന്ന്. അത് ഇന്ദു നടപ്പാക്കുന്നു. കുറേ ഫാമിലി മെമ്പേഴ്സ് അവരുടെ പ്രോബ്ലംസ് ഇന്ദുവിനോട് പറയുന്നുണ്ട്. ഇന്ദു പക്ഷേ മിനിയുടെ വെഡ്ഡിങ്ങിന് മാത്രമേ ക്യാഷ് കൊടുത്തുള്ളൂ. അത് തന്നെയായിരുന്നു അക്കയുടെയും ആഗ്രഹം. ഇന്ദു ഈ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യം, അതായത് ഈ വീട് സെറ്റിൽ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷീ ബിലീവ് ദാറ്റ് when she is in the home the past will always haunt her. പാസ്റ്റ് ലൈഫ് ഇന്ദുവിനെ ഹോണ്ട് ചെയ്യുമെന്ന് ഇന്ദുവിന് ഉറപ്പായിരുന്നു. ആൻഡ് ഷീ വാണ്ട്സ് ടു എസ്കേപ്പ് ഫ്രം ദ പാസ്റ്റ് മെമ്മറീസ്. ആ പാസ്റ്റ് മെമ്മറീസിൽ നിന്നൊക്കെ ഇന്ദുവിന് എസ്കേപ്പ് ആവണമായിരുന്നു. ആൻഡ് ഷീ വാണ്ട് ടു ഗോ ടു ജയൻ ഹെർ ഹസ്ബൻഡ് ആൻഡ് വാണ്ട്സ് ടു സോൾവ് ദർ പ്രോബ്ലം. തിരിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുകയും വേണം. അവരുടെ പ്രോബ്ലംസ് ഇന്ദുവിന് സോൾവ് ചെയ്യണമായിരുന്നു. നരേനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. എന്ത് കോൺസിക്വൻസ് വന്നാലും താൻ റെഡിയാണ് ഫേസ് ചെയ്യാനെന്ന് ഇന്ദു പറയുന്നു. ആൻഡ് ഇത് തുറന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷീ ഹാഡ് എ പീസ് ഓഫ് മൈൻഡ്. തനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും ജയന്തിനോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞാലെന്ന് ഇന്ദു കരുതി. ആൻഡ് ഇഫ് ഹീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ഹർ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ എന്ത് കോൺസിക്വൻസ് വന്നാലും ഫേസ് ചെയ്യാൻ റെഡിയായിരുന്നു ഇന്ദു ജേർണലിസം ജോലി ഉപേക്ഷിച്ചിട്ട് റൈറ്റിങ്ങിലോട്ട് തിരിയുന്നുണ്ട്. അവർക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്ന ഒരു വ്യക്തമായ ധാരണ ഇപ്പം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈമിൽ ഉണ്ടായിരുന്നു. സോ ഷീ ഗീവ് അപ്പ് ബോറിംഗ് ജോബ്. ജേർണലിസം എന്ന ബോറിംഗ് ജോബ് ഇന്ദു ഉപേക്ഷിച്ചു. അങ്ങനെ ഇപ്പോൾ ഇന്ദു ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓപ്പൺ ലൈഫാണ്, ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫാണ് ഇന്ദു ലീഡ് ചെയ്യുന്നത്. സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇന്ദുവിൻ്റെ ഒറിജിനൽ സെൽഫ് ഇന്ദു തുറന്ന് കാണിക്കുന്നു. ആൻഡ് ജയന്തിന് ആദ്യം ഇന്ദു പറഞ്ഞത്, അതായത് നരേനുമായിട്ടുള്ള ഇഷ്ടമായിട്ട് അഫെയറൊക്കെ പറഞ്ഞപ്പം ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലേറ്റർ ഓൺ അത് ജയന്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. At the end of the novel, Indu has learned to see not only her life's growth and grace, there is some meaning of life ഉണ്ടെന്ന് ഇന്ദുവിന് മനസ്സിലായി. And she understands that she has got some individuality, self discovery. തന്നെത്താനെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കുകയും ചെയ്തു ഇന്ദു. By then she also realized that Indu realized that Akka is not a sadist. Akka sadist അല്ലെന്ന് ഇന്ദുവിന് മനസ്സിലായി. And Indu is capable of taking decision not only for herself but for others too. ഇന്ദു ഡിസിഷൻ എടുക്കാൻ കേപ്പബിളായി. ഇന്ദുവിന് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഇന്ദു ഡിസിഷൻ എടുക്കാൻ കേപ്പബിളായി. അതാണ് ഈ റൂട്ട്സ് ആൻഡ് ഷാഡോയുടെ summary. I hope you understood this. Thank you. I hope you like this video. If you like this video, please subscribe my channel.